ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ദ യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭയങ്കർ ഇപ്പൊ തമിഴില് വേട്ടയാടുന്ന ഒരു സമയമാണ്. തന്റെയും ഒരു പീക്ക് ടൈമിലൂടെയാണ് സായ് കടന്നു പോകുന്നത്. സായ് തിങ്ക് ഇന്ത്യക്ക് വേണ്ടി വീണ്ടും ഒരു സോങ്ങുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴേ അത് ട്രെൻഡിങ് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. സോങ് ടൈറ്റിൽഡ് ആസ് പവഴമല്ലി. അപ്പൊ പാടിയിരിക്കുന്നത് സായ് അഭയങ്കറും ശ്രുതി ഹാസനുമാണ്. ഈ വീഡിയോ സോങ്ങിൽ സായയുടെ പേരായിട്ട് വരുന്നത് നായികയായി കയതു ലോഹറാണ്. അപ്പോൾ ആ പാട്ട് നമുക്കൊന്ന് കണ്ടുപോക്കാം. പവഴമല്ലി ലിറിക്സ് ചെയ്തിട്ടുള്ളത് വിവേകാണ്. വിവേക് നിങ്ങൾക്കറിയാം, സായയുടെ തന്നെ ചിത്രപുത്രി സോങ്ങും വിവേകാണ് ലിറിക്സ് ചെയ്തിട്ടുള്ളത്. തെജോ ഭരദ്വാജാണ് ഈ പാട്ട് ഡയറക്ട് ചെയ്തത്. പവഴമല്ലി ഫസ്റ്റ് ആ ഒരു വൈബ് വരുന്നുണ്ട്. തെജോ ഭരദ്വാജ് ഡാൻസർ. ധനുഷ് വൈബല്ലേ, വോയിസ് സൂപ്പർ. കൈതു പവഴമല്ലി എന്തോ പാടിയൊക്കെ വിടുന്നുണ്ട് കേട്ടാ. ഉം, ഇപ്പം സായിയുടെ പാട്ട് നമുക്ക് വരുമ്പോൾ ഒരു ട്രോള് വരുന്നത് എന്ന് വെച്ചാൽ ലിറിക്സ് ഒന്നും മനസ്സിലാവുന്നില്ലടാ എന്നുള്ള ഒരു ട്രോള് വരും. അതായത് പിന്നെ രണ്ടാമത് വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഈസ് സീറോ ബട്ട് വൈബ് ഈസ് 100%. അത് തന്നെയാണ് എനിക്ക് ഇതിലും പറയാനുള്ളത്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് സീറോ ആണ്. ലിറിക്സ് അങ്ങ് പാടി പാടി എന്തൊക്കെയോ പാടി വിടുന്നുണ്ട്. ഫസ്റ്റ് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്ന 2, 3, 4, 5 വട്ടമൊക്കെ കേൾക്കുമ്പോൾ റെഡിയാവും. പക്ഷെ വൈബ്, ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. പിന്നെ ആ തന്റെ മുൻ പാട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതുപോലെയൊക്കെ തോന്നിയാലും നല്ലൊരു എൻജോയ് ആയിട്ട് വൈബായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ആൻഡ് കൈതവും കൂടെ വരുന്നുണ്ട്. സത്യം പറഞ്ഞ സായി ഒരു നല്ലൊരു ഡാൻസറും കൂടെയാണ്. ആ ഒരു ഷൈനെസ് ഒക്കെ ഇപ്പൊ മാറി വൺ എക്സ്ട്രോവേർട്ട് ആയിട്ടൊക്കെ നല്ല രീതിക്കൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. കൈതുവിനെ പിന്നെ പറയണ്ടല്ലോ. ആ വൈബ് കണ്ട അത് വോയിസ് എന്നെ കാട്ട്. രണ്ടുപേരും കൊള്ളാം കേട്ടോ, ക്യൂട്ടായിട്ട്. പ്രതിഭൂക്കോ എല്ലാം സായിക്ക്. പവഴമല്ലി കല്യാണം കഴിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടിയാണ് പാട്ട് പറയുന്നത്. എന്തോ ലിറിക്സ് ലിറിക്സ് എത്ര ആകട്ടെ, ലിറിക്സ് എന്തോ ആവട്ടെ ഗൈസ്, വൈബ് മസ്റ്റ് ആണ്. വൈബ് കിട്ടുന്നുമുണ്ട്. സത്യം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ ലിറിക്സ്? എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ആ വൈബ് ഉണ്ട്. ആ പാടുമ്പോഴും പ്രത്യേകിച്ച് സായി പാടുമ്പോ സൂപ്പർ ആയിട്ട്. ആൻഡ് ഇത് ശ്രുതിഹാസനാണ് പാടുന്നത്. ശ്രുതിഹാസൻ പാടുമ്പോഴും എന്തൊക്കെയോ പാടി വിടുന്നുണ്ട്. പക്ഷെ ആ വൈബ് കിട്ടുന്നുണ്ട്. ആ ഒരു മ്യൂസിക് ആയാലും ആ ലാസ്റ്റ് അങ്ങനെ ആ ലാസ്റ്റ് ഒരു നീട്ടത്തില് പാടി പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ധനുഷിന് തോന്നുന്നു, പ്രദീപ് രംഗനാഥിനെ തോന്നുന്നു അല്ലെ, സായിനെ ഒരു സ്കെൽറ്റി ലീനായിട്ട് ആ ഒരു മുടി അങ്ങനെയൊക്കെ എല്ലാം അവരുടെ ഒരു ടച്ച് തോന്നുന്നുണ്ട്. പിന്നെ ആ മുണ്ടെടുത്തൊക്കെ വന്നപ്പോ സത്യം പറഞ്ഞ എനിക്ക്
റക്കിട്ട സോങ്ങിൽ ധനുഷ് ഒന്നു പോലെയൊക്കെയാണ് തോന്നിയത്. ആ മീശയില്ലെന്നേ ഇതിലുള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റ് ധനുഷായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ പാട്ടിലും മോദനയിടുന്ന സീനിലൊക്കെ എനിക്ക് തോന്നി പ്രദീപ് രംഗനാഥനാണോ അതോ സായി ആണോ എന്ന് തോന്നിപ്പോയി. പക്ഷെ ആ വൈബ് ഉണ്ട്. എങ്ങനെ മാത്രം ഇത്രയും വൈബ് പാട്ട് സായി കിട്ടുന്നുണ്ട്. ഇതാണ് മെയിൻ സാധനം. സിത്തപ്പൂ അതിന് മാത്രം ആ വൈബ് കിട്ടുന്നുണ്ട് പാട്ട് എപ്പോഴും. സത്യത്തില് സായിയുടെ എല്ലാ പാട്ടും വെച്ച് നോക്കുമ്പം ഇപ്പൊ ഈ കേൾക്കുമ്പം സായിയുടെ എന്താ പറയാ ഏറ്റവും മികച്ച വർക്കായിട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് അത് ഏറ്റവും ലോവസ്റ്റ് വർക്കാണെന്നും പറയാൻ പറ്റില്ല. നന്നായിട്ട് തന്നെ പാട്ട് പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ മ്യൂസിക്കലി പ്രത്യേകിച്ച് ആ ലിറിക്സും കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നും മനസ്സിലാവില്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ അങ്ങനെ പാടി പോകുമ്പോ ആ ഒരു ലിറിക്സ് വിവേകാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ചിത്രപുത്രി ഇതുപോലെ ആദ്യം പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ഒന്നും മനസ്സിലാവില്ല. മണ്ടക്കാമയ അങ്ങനെ ഇതുമൊക്കെ പെട്ടെന്നൊക്കെ പോകും. പിന്നെയാണ് ലിറിക്സ് ഒക്കെ മനസ്സിലാവും. ഇതിലും പിന്നെ ലിറിക്സ് ഒക്കെ മനസ്സിലാവും. ആൻഡ് ഇവർ രണ്ടുപേരെ ആ ഒരു കോംബോ ഒരു നന്നായിട്ടൊരു അതായത് ഒരു ലീൻ ചബ്ബി അങ്ങനെ ആ ഒരു ടൈപ്പാണ് അവർ പിടിച്ചേക്കുന്നത്. അതുള്ള ഒരു നന്നായിട്ട് തന്നെ ആ കോംബോ നന്നായിട്ടുണ്ടായിരുന്നു. ഫുൾ വീഡിയോ അല്ല കേട്ടോ, അവരിങ്ങനെ കട്ട് ചെയ്താണ് വെച്ചിരുന്നത്. ഫിറ്റ് സ്ക്രീൻ ഡാൻസുകാര് പാട്ടുകാരൻ ആക്ടർ എല്ലാം ആയ സാറ്. സായി ലിറിക്സ് സതിഹാസൻ, ഡയറക്ടർ തെജു ഭരദ്വാജ്. ഇതാണ് സായി അഭയങ്കറുടെ പവഴമല്ലി വീഡിയോ സോങ് നന്നായിട്ടുണ്ട്. ആൻഡ് ആ ഒരു എന്താ പറയുക ഒരു കോവില് ആ ഒരു നാടൻ തമിഴ്നാട് വീട് ആ ഒരു ടൈപ്പിലാണ് അവർ ആ ഒരു ടെംപ്ലേറ്റ് പിടിച്ചിരിക്കുന്നത്. ആൻഡ് തുടക്കം തൊട്ട് അവസാനം വരെ ആ മ്യൂസിക് ആ വൈബ് ഒരു രീതിയിലും മിസ്സായിട്ടില്ല. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ആ ഒരു വൈബ് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, അണ്ടർസ്റ്റാൻഡിങ് ഈസ് 0 ബട്ട് വൈബ് ഈസ് 100%. നന്നായിട്ട് തന്നെ വൈബ് ഉണ്ട്. ആൻഡ് ഇത് പാടിയിരിക്കുന്നത് കമ്പോസ് മ്യൂസിക് എല്ലാം സായി അഭ്യങ്കർ തന്നെയാണ്. ആൻഡ് ഇതിൽ പ്രൊഡ്യൂസും കൂടെ സായി അഭ്യങ്കർ ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാത്തിലും കൈവയ്ക്കുന്നു എന്നുള്ളത് അതും ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റിലേക്കൊക്കെ പോകുന്ന പറയുന്നത് ഇറ്റ്സ് അൺഇമാജിനബിൾ തന്നെയാണ്. ആൻഡ് കൈതു ലോഹർ നല്ല രീതിക്ക് തന്നെ ഒരു പെയറായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് എന്താ പറയാ രാഘവ ലോറൻസ് കാഞ്ചന സിനിമയിൽ സുന്ദരമായ ഹീറോയിൻസ് ഗ്ലാമറസ് ആയിട്ടുള്ള ഹീറോയിൻസിനെ എടുക്കുന്ന പോലെയാണ് സായി തന്റെ ഇതുപോലത്തെ ആൽബം വീഡിയോസിൽ എടുക്കുന്നത്. അതായത് ഫസ്റ്റ് കച്ചിസേര, പിന്നെ ആസൈക്കൂടെ, പിന്നെ മീനാക്ഷി ചൗധരിയെ വെച്ച് ചിത്രപുത്രിത, ഇപ്പൊ കൈതു ലോഹറിനെ വെച്ച് ഇത്, പിന്നെ അത് വന്നിട്ട് ട്രോളൊക്കെ ഉണ്ടായിരുന്നു. മൃണാൾ തക്കൂറെ വെച്ചൊരു പാട്ടൊക്കെ വരുമെന്നൊക്കെ, പക്ഷെ അത് വന്നിട്ടില്ല. മറ്റേ പാട്ടുണ്ടല്ലോ വിഴിവീക്കർ, അതിലും വേറെ ഒരു നായികയാണ് വന്നത്. അപ്പം നല്ല നായികന്മാരെ എവിടെ നിന്ന് സെലക്ട് ചെയ്ത് പാട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ടോക്കും സായിക്കുണ്ട്. മൊത്തത്തിൽ പാട്ട് പവഴമല്ലി സൂപ്പർ പാട്ടാണ്. നല്ലൊരു വൈബ് ക്രിയേറ്റ് ആവുന്നുണ്ട്. മ്യൂസിക് ആയിരുന്നാലും ശരി, ലിറിക്സ് ആയിരുന്നാലും ശരി, ലിറിക്സ് മനസ്സിലാവുന്നില്ല എല്ലാവരും ആ ടൈമിങ്ങിലും തന്നെ നന്നായിട്ട് പാടി പോകാനും ചുമ്മാ എന്തെങ്കിലും ബ്ലബ്ല പാടിക്കാൻ വരെ തോന്നുന്നുണ്ട്. അങ്ങനെ നല്ല രീതിക്ക് തന്നെ ആ പാട്ട് പോകുന്നുണ്ട്. പിന്നെ ശ്രുതിഹാസനാണ് ഫീമെയിൽ വോയിസ് പാടിയിട്ടുള്ളത്. ശ്രുതിഹാസൻ നന്നായിട്ട് തന്നെ പാടി.
തെജോ ഭരദ്വാജിന്റെ സംവിധാനമാണ്. ആൻഡ് പിങ്കൻ ഡിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. വിവേക് ചിത്രപുത്രിയും എഴുതിയിട്ടുള്ളത് വിവേക് നിങ്ങൾക്ക് അറിയാം, തളപതി വിജയുടെ സിനിമയിലെ പാട്ടൊക്കെ വിവേകാണ്. വിവേക് ഒരു തമിഴിൽ ഇപ്പോൾ ഉള്ളവരിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ലിറിസിസ്റ്റ് ആണ് വിവേക്. എല്ലാ പാട്ടും ഹിറ്റുകളാണ്. ഇതും ഹിറ്റാണ്. ഇതിന്റെ പ്രോമോ എന്ന് പറഞ്ഞ ഒരു പ്രിലൂഡ് യൂട്യൂബിൽ ഇറക്കിയപ്പോഴേ ഹിറ്റായിരുന്നു. കാരണം ആ വൈബ് അത്രയും ഉണ്ടായിരുന്നു. ആ ഒരു ചിത്രപുത്രിയും പോലെയും മാസക്കൂടയും പോലെയും എല്ലാത്തെയും പോലെ എല്ലാം മിക്സ് ചെയ്ത് ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തത്. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈബ് സാധനം തന്നെയാണ് പവഴമല്ലി. ആൻഡ് എനിക്ക് അവരുടെ ആ കോംബോ ഇഷ്ടപ്പെട്ടു. കൈതും പവഴവും സായും തമ്മിലുള്ള ആ ഒരു കോംബോ ഇഷ്ടപ്പെട്ടു. ഒരു ലീൻ ചബ്ബി ആ ഒരു ടൈപ്പാണ്. എനിക്ക് അവർ അങ്ങനെ ആയിരിക്കാം ഉദ്ദേശിച്ചില്ലെങ്കിലും നമുക്ക് അങ്ങനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അപ്പൊ ആ ഒരു കോംബോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വർക്ക്ഔട്ടായി. പിന്നെ ഇടയ്ക്കൊക്കെ സായി നോക്കുമ്പോൾ കറക്റ്റ് ധനുഷ്, കുറച്ച് കഴിയുമ്പോൾ പ്രദീപ് രംഗനാഥ്, അങ്ങനത്തെ ആ സെറ്റപ്പ് ഒക്കെ എനിക്ക് തോന്നി. ആ മുണ്ടെടുത്ത് പറഞ്ഞത്, മുടി ഇങ്ങനെ ഫങ്കൊക്കെ കിടക്കണതൊക്കെ ആയിട്ട് മൊത്തത്തില് പവഴമല്ലി ഒരു കിട്ടിലൻ വൈബ് പാട്ട്, മജാ പാട്ട്. തീർച്ചയായിട്ടും സായഭയങ്കറിന് ഹേറ്റുള്ള എല്ലാവരോടും പറയാനുള്ളത്, സായഭയങ്കർ വീണ്ടും ഇതുപോലെ ഓരോ പാട്ടിറക്കി വീണ്ടും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സായഭയങ്കർ പിന്നെ ട്രോളിലൊക്കെ കൊണ്ടുവരും വിത്തൗട്ട് സായി സ്നോ, അങ്ങനെ കുറച്ച് ട്രോളും കാര്യം. മൊത്തത്തിൽ സായഭയങ്കർ ഈ പവഴമല്ലി സോങ് കിട്ടിലം പാട്ട്, കിട്ടിലം വൈബ്.